നമ്മള് രാത്രി കിടക്കുമ്പോ ഒന്നും അറിയുന്നില്ല ഈ ഹർത്താൽ എന്തോന്ന്. രാവിലെ കഴിച്ചു നോക്കുമ്പോ ഹർത്താല്. ഈ പോക്ക് പോയാൽ BJP-ക്കാർ എന്ത് ചെയ്യുമോ? പട്ടി റോട്ടിൽ ചത്താനും ബന്ധം നടത്തും. ഒരു നാട്ടിലും ഏത് പാർട്ടി ആയിക്കോട്ടെ, ഏത് സംഘടന ആയിക്കോട്ടെ, ഏത് വ്യക്തി ആയിക്കോട്ടെ, ഏത് ആവശ്യത്തിനായിക്കോട്ടെ, ഹർത്താൽ നമ്മുടെ ജനങ്ങളെ ദ്രോഹിക്കുന്നത് തന്നെയാണ്. നമസ്കാരം. പൊതുവെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഏതൊരു രാഷ്ട്രീയ പാർട്ടിയും അവരുടെ ഹർത്താലിന് ആഹ്വാനം ചെയ്തു കഴിഞ്ഞാൽ ആ ഹർത്താൽ പൂർണ്ണമായും കേരളത്തെ സ്തംഭിപ്പിക്കാറുണ്ട്. ചില പാർട്ടി കേന്ദ്രങ്ങൾ ഒഴിച്ചാൽ മറ്റുള്ള നഗരപ്രദേശങ്ങളിലൊക്കെ ഹർത്താൽ അനുകൂലികളുടെ പ്രതിഷേധങ്ങളും ഉണ്ടാവാറുണ്ട്. പക്ഷേ അത്തരത്തിലുള്ള ഒരു പ്രതിഷേധങ്ങളെയും പ്രകടനങ്ങളെയും മാറ്റി നിർത്തിക്കൊണ്ട് പുതിയ ചരിത്രമാണ് ഇന്ന് കുറിച്ചിട്ടുള്ളത്. തീർച്ചയായും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലകളിലെയും പല സ്ഥലങ്ങളിലും ഇന്ന് ഗതാഗതം നല്ല രീതിയിൽ തന്നെ ആരംഭിക്കുന്നുണ്ട്. സ്വകാര്യ വാഹനങ്ങൾ എല്ലാവിധത്തിലും ചലിക്കുന്നതുമുണ്ട്. അതോടൊപ്പം തന്നെ പല രീതിയിലുള്ള വ്യവസായ സ്ഥാപനങ്ങളും ഇന്ന് തുറന്നിട്ടുമുണ്ട്. നമുക്ക് ഒരു അഭിപ്രായത്തിലോട്ട് കിടക്കാം. അതായത് ഇങ്ങനെയൊരു ഹർത്താൽ അടിക്കടി കേരളത്തിൽ ഉണ്ടാകുമ്പോൾ അത് എത്രത്തോളം ദോഷം ചെയ്യുന്നുണ്ട്? ഒരു പൊതുജന അഭിപ്രായത്തിലേക്ക് നമുക്ക് കടക്കാം. ചേട്ടാ, എന്താണ് ഇങ്ങനെ ഒരു ഹർത്താൽ നമുക്കിടയിലേക്ക് തുടരെ കടന്നു വരികയാണ്? അതിനോട് ഏത് രീതിയിൽ പ്രതികരിക്കുന്നു? ഞങ്ങൾക്ക് നല്ല രീതിയിൽ അത് ബാധിക്കുന്നുണ്ട്. ഞങ്ങൾ അന്നന്ന് ഓടിച്ചിട്ടാണ് ജീവിതം നയിക്കുന്നത്. ഒരു ദിവസം ഓടിച്ചില്ല, പിറ്റേ ദിവസം ഞങ്ങൾ പട്ടിന. അതാണ് ഓട്ടോ ഡ്രൈവർമാരുടെ അവസ്ഥ. ആ സ്ഥിതിക്ക് ഞങ്ങൾക്ക് ഈ ഹർത്താൽ എന്ന് വെച്ചാൽ ഞങ്ങൾ ഹർത്താലായി കാണുന്നില്ല. ഞങ്ങൾ ഹർത്താൽ ദിവസം വണ്ടി എടുത്തിട്ട് വേണം ഞങ്ങൾക്ക് ജീവിക്കാൻ. ഞാൻ 3 കിലോമീറ്റർ നടന്നിട്ടാണ് ഇപ്പോൾ ഓഫീസിൽ വന്നത്. നമ്മുടെ വർക്കെന്ന് പറഞ്ഞാൽ നാളേക്ക് പിറ്റേ 2ാമത്തെ ദിവസം മാറ്റി വെക്കുമ്പോൾ വീണ്ടും വീണ്ടും കൂടുകയാണ്. അതുകൊണ്ട് നമ്മൾ നടന്നിട്ടാണ് 3 കിലോമീറ്റർ നടന്നിട്ടാണ് ഓഫീസിലേക്ക് വന്നത്. ഹർത്താൽ 2 ദിവസം മുമ്പ് ഇതുവരെ തീരുമാനിച്ചു ഹർത്താൽ പാടില്ല എന്നൊക്കെ. പിന്നെ വീണ്ടും ഒരു രാഷ്ട്രീയ പ്രേരണ, അതാണ് എൻ്റെ തോന്നൽ. അല്ലേ? ഒരു നേട്ടം നഷ്ടമേ ഉള്ളൂ. പിണറായി സാറിന് ഇറക്കാനുള്ള ഒരു ഗൂഢാലോചന എന്നും പറയാം. രാഷ്ട്രീയപരമായിട്ടാണ് ഞാൻ തോന്നുന്നത്. തുടരെയുള്ള ഹർത്താലുകൾ ജനങ്ങൾക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ സമ്മാനിക്കുന്നു എന്നുള്ളത് നേരത്തെയുള്ള ആളുകളുടെ അഭിപ്രായങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. പക്ഷേ കാസർഗോഡിൻ്റെ നഗരപ്രദേശങ്ങളിൽ എല്ലാ തരത്തിലും ഒരു വലിയ ഉണർവുണ്ടായിരിക്കുകയാണ്. മാർക്കറ്റുകൾ സജീവമായി നിൽക്കുന്നു. മീൻ മാർക്കറ്റുകളും അതോടൊപ്പം സജീവമായി നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നുള്ളത് പച്ചക്കറി മാർക്കറ്റിലാണ്. ഇവിടെ കച്ചവടം നടത്തുന്നവരുണ്ട്. എന്നാൽ ഹർത്താലുമായി ബന്ധപ്പെട്ട് സ്വകാര്യ ബസ്സുകൾ രംഗത്ത് വരാത്തതുകൊണ്ട് ഇവിടെ സാധനങ്ങൾ വാങ്ങിക്കാൻ ആളുകളില്ല എന്ന ഒരു പ്രശ്നം മാത്രമേ ഇവിടെയുള്ളൂ. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഹർത്താലുകളെ പരിപൂർണമായും എതിർക്കുന്ന ഒരു സമീപനമാണ് വ്യവസായികളിൽ നിന്നും വ്യാപാരികളിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നത്. ഇപ്പോൾ നേരത്തെ ഒരു ഹർത്താൽ ഉണ്ടായിരുന്നു. ആ സമയത്ത് നിങ്ങളുടെ ഇവിടെ ഒരു കൂട്ടം ഹർത്താൽ അനുകൂലികൾ വരികയും പച്ചക്കറികൾ വലിച്ചെറിയുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു കരുതിക്കൂട്ടിയുള്ള ചിലരുടെ പ്രകോപനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നുള്ളത്. അപ്പോൾ നിങ്ങൾ എന്താണ് ഈ ഹർത്താലിൽ, നിങ്ങൾ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്താണ് ഈ ഹർത്താലിൽ ആരാണ് നിങ്ങളുമായി ഇനി സഹകരിക്കേണ്ടത്? ഈ ഹർത്താൽ എന്ന് പറഞ്ഞെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഹർത്താലാണെങ്കിൽ ഞങ്ങൾ സഹകരിക്കും. ഇത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഹർത്താലല്ല. ഇത് നാട്ടിന് ഒരു കലാപം, ഒരു അക്രമം അയച്ചുവിടുന്ന മാതിരിയുള്ള ഒരു അഴിഞ്ഞാട്ടമാണ്, ഒരു ആഘോഷമാണ് ഈ ഹർത്താൽ എന്ന് പറഞ്ഞെങ്കിൽ. ഇപ്പോൾ ആവശ്യത്തിന് ഹർത്താൽ നിങ്ങൾ ഓഫീസിൽ പോയിട്ട് ഹർത്താൽ ചെയ്യണം. അതാത് ഓഫീസിൽ അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിൽ പോയിട്ട് ഹർത്താൽ ചെയ്യണം. ഇപ്പോൾ നാട്ടുകാരെ ബുദ്ധിമുട്ടാക്കിയിട്ട് ഹർത്താൽ ചെയ്ത് എന്ത് പണം? നാട്ടുകാർക്ക് ഒരു ദിവസത്തെ കൂലി പോവും. ഇപ്പം ഞങ്ങളുടെ ഇന്ന് തുറന്നില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ 1000 രൂപ വാടകയുണ്ട്. ഒരു ദിവസം 1000 രൂപ വാടക കൊടുക്കണം, 1000 രൂപ കറണ്ട് ബില്ല് കൊടുക്കണം. ഇതെല്ലാം ആര് തരും? ജനങ്ങൾ തരുമോ?
ഈ ഹർത്താൽ വീട്ടിൽ തരും. കഴിഞ്ഞ പ്രാവശ്യം വന്ന് എല്ലാം വലിച്ച് ചാടിയിട്ട് പോയി. ഞങ്ങൾക്ക് 10,000 രൂപ നഷ്ടമുണ്ട്. ഇത് ആര് തരും? ഈ എന്തിനു വേണ്ടിയിട്ട് ഹർത്താലെന്ന് ഞങ്ങൾക്ക് പോലും അറിയുന്നില്ല. ഞാനിപ്പോഴുള്ളത് മീൻ മാർക്കറ്റിലാണ്. അതിരാവിലെ തന്നെ ഹർത്താലായിട്ടും അതിരാവിലെ തന്നെ ഇവരിവിടെ അവരുടെ വ്യാപാരം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഒരു പ്രശ്നമെന്ന് പറയുന്നത് പച്ചക്കറി മാർക്കറ്റിലുണ്ടായ അതേ ഒരു സംസാരമാണ് ഇവിടെയും ഉയരുന്നുള്ളത്. അതായത് ഇവിടെ വാങ്ങാൻ വേണ്ടി ആളുകൾ എത്തുന്നില്ല എന്നുള്ളതാണ്. അതിന് കൃത്യമായി ബസ് സർവീസ് നടത്തേണ്ടതുണ്ട്. അതുമാത്രമാണ് ഇപ്പോൾ കാസർഗോഡിൻ്റെ നഗരപ്രദേശങ്ങളിൽ വ്യാപാരികൾ നേരിടുന്ന ഏക പ്രശ്നമെന്ന് പറയുന്നത്. ഹർത്താലിനെ ഇവർ ഏത് രാഷ്ട്രീയ പാർട്ടിയും അനാവശ്യപരമായി ഹർത്താൽ നടത്തിയാൽ അതിനെ ചെറുത്തു തോൽപ്പിക്കുമെന്ന് തന്നെയാണ് ഇവിടുത്തെ വ്യാപാരികൾ ഉറച്ച സ്വരത്തിൽ ഒറ്റ വാക്കിൽ പറയുന്നുള്ളത്. ഒരു ആവശ്യമില്ലാത്തതാണ് ഇന്നത്തെ ഹർത്താൽ. അതുകൊണ്ട് ജനങ്ങൾ ഇന്നത്തെ ഹർത്താൽ തള്ളിക്കളഞ്ഞു. എന്ത് കാര്യത്തിനാണ് ഇന്ന് ഹർത്താൽ ചെയ്തത്? ആരോ മരിച്ച് അവൻ സ്വയം ജീവൻ ഒടുക്കുകയാണ്. അവനക്ക് ജീവിക്കാൻ വകയില്ലാത്തതുകൊണ്ട് അവൻ ജീവൻ ഒഴിക്കുകയാണ്. എന്ത് കാര്യത്തിനാണ് ഇന്ന് ഹർത്താലാക്കേണ്ടത്? അതിൽ ജനങ്ങൾ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. നമ്മൾ രാത്രി കിടക്കുമ്പോൾ ഒന്നും അറിയുന്നില്ല ഈ ഹർത്താൽ എന്തോന്ന്. രാവിലെ കഴിച്ചു നോക്കുമ്പോൾ ഹർത്താൽ. അപ്പം ഞങ്ങളെങ്ങനെ മക്കളെ പോറ്റു? ഞങ്ങൾക്ക് ഭർത്താവില്ല, 3 കുട്ടികളുണ്ട്. ഇവിടെ വന്നിട്ടാണ് നമുക്ക് ജീവിതം പോകുന്നത്. അപ്പം പകുതി വൈക്കുന്നാണ് ഈ പറയുന്നത്. നമ്മളെ മാറ്റി ഒരുങ്ങി വരുമ്പോൾ പറയാ അതിന് ഹർത്താൽ. എങ്ങനെ ജീവിക്കൂ? ഇതാ 200 രൂപേൻ്റെ മീൻ 120 രൂപ പറഞ്ഞാലും ആൾക്കാരില്ല വാങ്ങാൻ വേണ്ടി. ജനങ്ങൾ വന്നാലല്ലേ നമുക്ക് മീൻ കച്ചവടം ചെയ്യാൻ കഴിയൂ. ഒരു ഹർത്താലായിട്ട് ഇന്നത്തെ ഹർത്താൽ കാസർഗോഡ് ജില്ലയിൽ ഒരുപാട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് നേരിടുകയാണ്. കാരണം ഒരു ഹർത്താൽ എന്ന് പറയുമ്പോൾ എൻ്റെ മക്കൾക്കോ വിദ്യാർത്ഥികൾക്കോ പഠിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല ഒട്ടും. കാരണം ഒരു ഭയമാണ്. ഇന്ന് ഡിസംബർ 14 തീയതി ആയതുകൊണ്ട് എക്സാമിൻ്റെ ടൈമാണ് പിള്ളേർക്കെല്ലാം. അപ്പോൾ അവർ ഇന്നലെയൊക്കെ രാത്രിയൊക്കെ വായിക്കുന്നു. പെട്ടെന്ന് ഒരു 10 മണിക്ക് ഹർത്താൽ പ്രഖ്യാപിക്കുന്നു. ആ വായിച്ച മൂടൊക്കെ പോയി ഒരു കളിശീലമായി ഹർത്താൽ മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്നത്തെ ഈ ഹർത്താൽ ഞങ്ങളൊക്കെ അത് ഒരു എഴുത്തള്ളുകയാണ്. ഞാനിപ്പോഴുള്ളത് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലാണ്. ഒരുപാട് യാത്രക്കാരാണ്. പല കാരണങ്ങളായ, അതായത് പല ദൂരങ്ങളിലേക്ക് യാത്ര ചെയ്യേണ്ട ആളുകൾ, പല പ്രദേശങ്ങളിലേക്ക് പോകേണ്ട യാത്രക്കാരുകൾ. കൃത്യമായി പറഞ്ഞാൽ ബസ് സർവീസിൻ്റെ ഒരു വലിയ അപാകത ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് പല രീതിയിലുള്ള പ്രശ്നങ്ങളാണ് അവരെ തേടി വരുന്നുള്ളത്. അതായത് ചിലപ്പോൾ സ്ത്രീകളുണ്ടായേക്കാം, പ്രായമായിട്ടുള്ള വൃദ്ധരുണ്ടായേക്കാം. ഇവർക്കൊക്കെ യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് ബസ് സർവീസുകൾ തന്നെയാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കാസർഗോഡിൻ്റെ പല പ്രദേശങ്ങളിലും വ്യാപാരികളും കടകൾ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. മീൻ മാർക്കറ്റുകൾ സജീവമാണ്. പക്ഷേ അവിടെ അടിസ്ഥാന പ്രശ്നം എന്ന് പറയുന്നത് ബസ് സർവീസിൻ്റെ അപാകതകൾ തന്നെയാണ്. ഇത് തന്നെയാണ് കാസർഗോഡ് റെയിൽവേ പ്രദേശങ്ങളെയും വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഓട്ടോറിക്ഷകൾ ഉണ്ടെങ്കിൽ തന്നെ ദൂരങ്ങളിലുള്ള പ്രദേശങ്ങളിലേക്ക് യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓട്ടോറിക്ഷയെ സമീപിക്കുന്നത് അതൊരു ഭീമമായ തുകക്ക് കാരണമായി മാറും. ആ ഒരു പ്രശ്നം തന്നെയാണ് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലും ഉള്ളത്. ഇവിടെയുള്ള യാത്രക്കാരും പ്രതികരിക്കുന്നത് അനാവശ്യമായിട്ടുള്ള ഹർത്താലുകളെ അത് തടയുക തന്നെ വേണം. അത്തരം ഹർത്താലുകളോട് പൊതുജനം സഹകരിക്കാൻ പാടില്ല എന്നതാണ് യാത്രക്കാരുടെ മിക്ക ആളുകളുടെയും അഭിപ്രായം. ഒരു ദിക്കിൽ നിന്ന് ഇങ്ങോട്ടേക്ക് യാത്ര തിരിക്കുമ്പോൾ അവർക്ക് പല കാൽക്കുലേഷൻ ഉണ്ടാവും. എവിടെ ഇറങ്ങിച്ചെല്ലണം, എവിടെ എത്തിച്ചേരണം,
ഈവൺ അവർക്ക് ഹോസ്പിറ്റലിൽ പോകാനായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉദ്ദേശത്തിനായിരിക്കാം. ചിലപ്പോൾ സിംഗിളായിട്ട് വരുന്ന ആളായിരിക്കാം, ഒരിക്കലും ഡിപ്പെൻഡ് ചെയ്യാത്ത, ഒരാളെയും ഡിപ്പെൻഡ് ചെയ്യാത്ത പെണ്ണുങ്ങൾ, അങ്ങനെ ആ കൂട്ടത്തിൽ പല കുട്ടികളുണ്ടായിരിക്കാം, അങ്ങനെ പ്രായമുള്ള ആൾക്കാരുണ്ടായിരിക്കാം. പക്ഷേ അവർ ഇവിടെ ഇറങ്ങിച്ചെന്നാൽ ചിലപ്പം വണ്ടി കിട്ടും, അതെല്ലാം ഉദ്ദേശത്തിലൂടെ ആയിരിക്കും ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഹർത്താൽ, പെട്ടെന്നുള്ള ഹർത്താലുകൾ ഇങ്ങനെ ഇത് ചെയ്യുമ്പോൾ ആ യാത്രക്കാരെ, ദൂരെ നിന്ന് വരുന്ന യാത്രക്കാർക്ക് സത്യം പറഞ്ഞാൽ ഒരു വിഷമമുള്ള കാര്യമാണ്. കാരണം ജനങ്ങളെ നന്നാക്കാൻ നോക്കുക, ജനങ്ങൾക്ക് ഉപകാരപ്പെടുത്താൻ നോക്കാനുള്ള ഒരു ഹർത്താൽ കൊണ്ട് അങ്ങനെ ഒരു ഉദ്ദേശമാണെങ്കിൽ ഒരു വിഡ്ഢിത്തായിട്ടാണ് എൻ്റെ ഈ കാഴ്ചപ്പാടിൽ. ചില രാഷ്ട്രീയ നേതാക്കൾ അവർ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി ഇത്തരം ഹർത്താലുകൾ പ്രഖ്യാപിച്ച് പൊതുജനങ്ങളെ ദ്രോഹിക്കുന്നത് ഒഴിവാക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. നമ്മുടെ കാസർഗോഡ്, കേരളത്തിൽ മാത്രമാണ് ഇത്തരം പ്രതിഭാസങ്ങളുള്ളത്. മംഗലാപുരം പോയാലോ അതിനപ്പുറത്ത് എന്ത് പ്രശ്നങ്ങളുണ്ടായാലും ഹർത്താൽ ഉണ്ടാവാറില്ല. ഇവിടെ മാത്രം ഉള്ള ഒരു പ്രത്യേകതയാണിത്. ഇത് ഒഴിവാക്കിയേ മതിയാവൂ. ഹർത്താൽ മുഖത്ത് അല്ലെങ്കിൽ കാസർഗോഡ് ഇനി ഏത് പണിമുടക്കുകൾ ഉണ്ടായാലും, ഹർത്താലുകൾ ഉണ്ടായാലും, കാസർകോട്ടെ സത്താർ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള രീതിയിൽ ആളുകളെ സഹായിക്കാറുണ്ട്. ഹർത്താൽ ദിനവുമായി ബന്ധപ്പെട്ട് പൊതുജന അഭിപ്രായം എടുക്കാൻ വന്ന സമയത്താണ് സത്താർച്ചയെ ഞങ്ങൾ ഈ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വെച്ച് കാണുന്നത്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിലേക്ക് കടക്കാം. ജനങ്ങളെ ഹർത്താൽ എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. ഇന്ന് തന്നെ എത്രയോ പേര് ഹോസ്പിറ്റലിന് കാണിച്ചിട്ട് തിരിച്ചു പോകാൻ കഴിയാതെ എത്രയോ ആൾക്കാർ എൻ്റെ വണ്ടിയിൽ തന്നെ കയറിയ വയസ്സായ ആൾക്കാർ കയറിയിട്ടുണ്ട്. കളനാട്, പള്ളിക്കര, അതുപോലെ ഏരിയ, അങ്ങനെ ഭാഗത്തൊക്കെ ഞാൻ കൊണ്ടാക്കിയിട്ടുണ്ട് എത്രയോ ആൾക്കാർ. ഇത് ഒരു ബുദ്ധിമുട്ട് തന്നെയല്ലേ പൊതുവേ ഹർത്താൽ. ഈ രോഗികളെല്ലാം ഉണ്ടാകുന്നുണ്ടെങ്കിൽ, രോഗികൾ ചില ആൾക്കാർ ഇരിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട്, അവരെ ഈ ബാക്കിലിരുത്തി ഒരാളെ ആരെങ്കിലും പിടിക്കാനാക്കിയിട്ട് ഞാൻ കൊണ്ടുപോയതെല്ലാം ഉണ്ട്. 3 പേരെ കൊണ്ടുപോകാൻ പാടില്ല, പക്ഷേ സാഹചര്യം അങ്ങനെ. രാവിലെ മുതലുണ്ട് നിങ്ങളിവിടെ യാത്രക്കാരെ സഹായിക്കാൻ? 7 മണി മുതൽ ഞാനിവിടെ വന്നിട്ടുണ്ട്. ഒരു കാര്യം വ്യക്തമാണ്, ഹർത്താൽ കൊണ്ട് നേട്ടമുള്ളത് ചില രാഷ്ട്രീയ പാർട്ടികൾക്ക് മാത്രമാണ്. സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ഇന്നും ഈ ഹർത്താൽ കാരണം ദുരിതം അനുഭവിക്കുന്നുണ്ട്. യാത്രക്കാരായ, രോഗികളായ യാത്രക്കാർക്ക് ഈ ഹർത്താലുകൾ സമ്മാനിക്കുന്നത് വലിയ ദുരിതങ്ങൾ തന്നെയാണ്. ഒരു കാര്യം ഉറപ്പാണ്, പൊതുജനങ്ങൾ ഒന്നിച്ചു നിന്നാൽ ഇത്തരം ഹർത്താലുകളെ ചെറുത്ത് തോൽപ്പിക്കാൻ പറ്റുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ക്യാമറമാൻ വിമിഷ വിനോദിനോടൊപ്പം ഖാദർ കരിപ്പൊടി, പബ്ലിക് കേരള.